ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ മർദ്ദിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാപ്പ് പറയുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത്. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. വിദ്യാർത്ഥികളോട് ക്ഷമിച്ചുവെന്ന് പറഞ്ഞ് ലൈവിൽ വന്ന് വീമ്പ് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വയം പരിഹാസ്യനാവുകയായിരുന്നുവെന്നതാണ് വാസ്തവം. ഇതിനു പിന്നാലെ മോദിക്ക് കണക്കിന് കൊടുത്തിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികളുടെ ന്യായമായ ആശങ്കകളും ഭാവിയും പരിഹരിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവരോട് ക്ഷമാപണം നടത്തേണ്ടതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. ഇന്ത്യയിലെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രധാനമന്ത്രി നൽകുന്ന ഔദാര്യപൂർവമായ മാപ്പിന്റെ ആവശ്യമില്ലെന്നും പകരം സിസ്റ്റത്തിന്റെ വീഴ്ചയിൽ മോദി വിദ്യാർത്ഥികളോട് ക്ഷമ ചോദിക്കുകയാണ് വേണ്ടതെന്നും രാഹുൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തനിക്കെതിരെ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് മാപ്പ് നൽകുന്നുവെന്ന പ്രധാനമന്ത്രിയുടെ മുൻ പ്രസ്താവന വന്നതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകളും അനിശ്ചിതത്വങ്ങളും കാരണം ജീവനൊടുക്കേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങളെ മഹാബലിപുരത്ത് വെച്ച് രാഹുൽ ഗാന്ധി നേരിൽ കണ്ട് ആശ്വസിപ്പിച്ചിരുന്നു. സ്വന്തം മക്കളുടെ വേർപാടിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന നീറുന്ന വേദനയേക്കാൾ വലുതായി മറ്റൊന്നുമില്ലെന്നും പൊലിഞ്ഞുപോയ ഓരോ ജീവനും അവരുടെ കുടുംബങ്ങൾക്ക് നികത്താനാകാത്ത വലിയ ആയുഷ്കാല ശൂന്യതയാണ് സമ്മാനിച്ചിരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ചോദ്യപേപ്പർ ചോർച്ചയും അവസാന നിമിഷം പരീക്ഷകൾ റദ്ദാക്കുന്നതും വർഷങ്ങളായുള്ള അധ്വാനവും തയ്യാറെടുപ്പുകളും ഒറ്റ രാത്രി കൊണ്ട് തകർത്ത് കളയുന്നതും തകർന്നടിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാണ് തുറന്നുകാട്ടുന്നത്. വിദ്യാർത്ഥികളോട് ഒട്ടും നീതി പുലർത്താത്ത ഒരു സിസ്റ്റം നിലനിൽക്കെ അവരോട് മാത്രം സത്യസന്ധരായിരിക്കാൻ ആവശ്യപ്പെടുന്നത് അനീതിയാണെന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാം ലൈവിലെത്തിയാണ് മോദി വിദ്യാർത്ഥികളോട് ക്ഷമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയത്. ജന്തർ മന്ദറിൽ എന്താണ് സംഭവിച്ചതെന്ന് രാജ്യവും ലോകവും കണ്ടതാണ്. ചിലർ വളരെ മോശമായ പരാമർശം നടത്തി ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത വാക്കുകളാണ് അവിടെ ഉയർന്നത്. എനിക്കെതിരെയും പരേതയായ അമ്മയ്ക്കെതിരെയും അസഭ്യ വർഷമുണ്ടായി. അത് എത്രത്തോളം വികൃതമായിരുന്നുവെന്ന് പറയാൻ പോലും കഴിയില്ല. എന്നാൽ ചെറുപ്പത്തിൽ തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണിത്. സമൂഹത്തിലുണ്ടായ അമർഷം എനിക്ക് നന്നായി മനസ്സിലാകും. നമ്മുടെ പെൺകുട്ടികൾക്ക് എങ്ങനെ ഇതുപോലൊരു ഭാഷ സംസാരിക്കാൻ കഴിഞ്ഞുവെന്നത് എല്ലാവരെയും ഞെട്ടിച്ചു. എന്നാൽ ഈ കുട്ടികളെ ചേർത്ത് പിടിച്ച് ശരിയായ പാത കാണിച്ചു കൊടുക്കേണ്ട സമയമാണിത്. വഴിതെറ്റിയ കുട്ടികളാണിവർ. അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുക എന്നത് നമ്മുടെ കടമയാണ്. അവരെ ശിക്ഷിച്ചതുകൊണ്ടോ കോടതി കയറ്റിയതുകൊണ്ടോ ഉപദ്രവിച്ചതുകൊണ്ടോ ഈ സാഹചര്യങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കില്ല. അവരോട് ക്ഷമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സമൂഹവും എന്റെ ഈ അഭ്യർത്ഥന സ്വീകരിക്കണം. കാരണം എന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ചിലപ്പോഴൊക്കെ നമ്മുടെ സ്വന്തം നാക്ക് പല്ലുകൾക്കിടയിൽ കുടുങ്ങി രക്തം വരാറുണ്ട്. പക്ഷേ അതിനായി നമ്മൾ പല്ലുകൾ അടിച്ചു കൊഴിക്കാറില്ല. കാരണം പല്ലും നമ്മുടേതാണ്, നാക്കും നമ്മുടേതാണ്, ഈ കുട്ടികളും നമ്മുടേതാണ്. അവർക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ഇതാണ് പ്രധാനമന്ത്രി മോദി വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത്. ഇതിനെതിരെയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നത്. നീറ്റ് പരീക്ഷയിൽ പോലീസിന്റെ നരനായാട്ടിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥിനി ഇന്നും മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചോ പരിക്കേറ്റ മറ്റുള്ളവരെ കുറിച്ചോ ഒരു ആശങ്കയും പ്രധാനമന്ത്രിക്കില്ല. പകരം നിയന്ത്രണം നഷ്ടപ്പെട്ട് എന്നോ വിളിച്ചു പറഞ്ഞ സമരക്കാർക്കെതിരെയാണ് മോദിയുടെ പ്രതികാരം വർക്ക് ചെയ്യുന്നത്. മറുവശത്ത് രാഹുൽ ഗാന്ധി നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ മനം നൊന്ത് ജീവൻ അവസാനിപ്പിച്ച വിദ്യാർത്ഥികളുടെ കുടുംബത്തെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിക്കാൻ സമയം കണ്ടെത്തുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നതിനപ്പുറം രാജ്യത്തിന്റെ ഒന്നാകെ പ്രതിനിധിയായി മാറുവാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നുണ്ട്.